പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാനങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറയുന്നു. നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവുമാണ് ഈ പ്രഭാതത്തിൽ നിൻ്റെ തിരുമുമ്പിലേക്ക് കടന്നു വരുവാൻ കൃപ നൽകി അനുഗ്രഹിച്ചത്. കാരുണ്യവാനായ കർത്താവെ, പൗലോസ് ഏഥൻസിൽ വെച്ച് ജനക്കൂട്ടത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആരാധനാക്രമങ്ങളെ വീക്ഷിക്കുകയായിരുന്നു. അവിടെ അജ്ഞാതൻ ദേവനെന്ന എഴുതി വച്ചിരിക്കുന്ന ബോർഡ് ഞാൻ കണ്ടു. ആ അജ്ഞാത ദേവനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ആ സംസാരം അവർക്കിഷ്ടപ്പെട്ടു. അവിടുന്ന് സകലരോടും പശ്ചാത്തപിക്കണമെന്ന് ആവശ്യപ്പെടുന്നുവെന്നും അവിടുത്തെ തിരുനാമത്തിൽ ജ്ഞാനസ്നാനപ്പെടണമെന്നും നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് താൻ പ്രഘോഷിക്കുന്നതെന്നും പൗലോസ് ഏറ്റുപറഞ്ഞു. പൗലോസിൻ്റെ ഈ വാക്കുകൾ പലരെയും മാനസാന്തരപ്പെടുത്തി. ആത്മാവിൻ്റെ നിറവ് ലഭിച്ചവരൊക്കെ സ്നാനം സ്വീകരിച്ചു. ഇന്ന് യോഹന്നാൻ നമ്മെ സുവിശേഷത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, വളരെയേറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിക്കില്ല. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നിങ്ങളെ സർവ്വസത്യങ്ങളും പഠിപ്പിക്കും. ഈ സത്യാത്മാവിന് വേണ്ടി കാത്തിരിക്കുവാനും ഒരുങ്ങുവാനും അങ്ങനെ സർവ്വതും മനസ്സിലാക്കുവാനുമായിട്ടുള്ള ഒരു വിളിയാണ് നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് ഇന്ന് വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്ന നമുക്കിരവക്കും ദൈവം സമർത്ഥമായി നൽകിയിരിക്കുന്ന ഒരു സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. സത്യാത്മാവ് വരുമ്പോൾ സർവ്വസത്യങ്ങളും നമ്മെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവിനെ വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുവാൻ. മക്കൾ അപ്പം ചോദിച്ചാൽ തേളിനെ കൊടുക്കുകയില്ലല്ലോ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ എത്ര അധികമായി എൻ്റെ സ്വർഗീയ പിതാവ് നിങ്ങൾക്കത് നൽകുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. കാരുണ്യവാനായ കർത്താവേ, ഈ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയച്ച ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും മനസ്സിലാക്കുവാൻ ഭൂതലം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണം. പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറയണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവെ, നിൻ്റെ സാന്നിധ്യം വഴി സകല പാപങ്ങളും ശുദ്ധീകരിക്കപ്പെടുവാൻ എൻ്റെ ശരീരത്തെ ആത്മാവിനെയും വിശുദ്ധീകരിക്കണം. എൻ്റെ ചിന്തകളെയും വാക്കുകളെയും നീ വിശുദ്ധീകരിക്കണം. ഞാൻ നിൻ്റേതായി തീരുവാൻ തക്കവിധം നിൻ്റെ സാന്നിധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരെ നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഇതിനെ നിറച്ച് നിങ്ങളെ ഓരോരുത്തരെയും അവിടെ നയിക്കുമാറാകട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.